കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 15 ബുധൻ. അന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അന്ന് വിഷുവാണ്. അന്നാണ് കൃഷ്ണപക്ഷ ത്രയോദശി. എല്ലാ മാസവും വരുന്ന കൃഷ്ണപക്ഷ ത്രയോദശിക്ക് നമ്മൾ പ്രദോഷം എന്നാണ് പറയുന്നത്. ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി. ത്രയോദശി തിഥി ആരംഭിക്കുന്നത് 2026 ഏപ്രിൽ 15 അതിരാവിലെ വെളുപ്പിനെ 12:12 മുതൽ രാത്രി 15-ാം തീയതി രാത്രി 10:31 വരെയാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്ത് ത്രയോദശി എന്നാണോ വരുന്നത് അന്ന്, അതായത് 2026 ഏപ്രിൽ 15 വിഷു ദിനത്തിൽ നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നു. പ്രദോഷവ്രതം സാധാരണ ശിവഭക്തരെല്ലാവരും തന്നെ എടുക്കാറുണ്ട്. അവരവരുടെ ആഗ്രഹപൂർത്തീകരണത്തിന്, ശനിദോഷങ്ങൾ അകലുന്നതിന്, ദോഷങ്ങൾ കുറയ്ക്കുന്നതിന്, എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടൊക്കെ തന്നെ നമ്മൾ പ്രദോഷം എടുക്കാറുണ്ട്. ഒരു മാസത്തിൽ 2 പ്രദോഷം വരും, ഏകാദശി പോലെ കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും. പലരും 2 പ്രദോഷങ്ങളും എടുക്കാറുണ്ട്. എന്നാൽ ചിലർ മാസത്തിൽ 1 മാത്രമേ എടുക്കാറുള്ളൂ. ഏതാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല, രണ്ടും നല്ലതാണ്. നമ്മുടെ മനസ്സിന് ഏതാണോ പറ്റുന്നത് അത് ചെയ്യുക. പ്രത്യേകിച്ച് ഈ മെൻസസ് ഒക്കെ ആകുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ കൃഷ്ണപക്ഷം തന്നെ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ശുക്ലപക്ഷം തന്നെ എടുക്കണം എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിന് സാധിക്കണം എന്നില്ല. അതായത് എടുക്കാം, പക്ഷെ ക്ഷേത്രത്തിൽ പോയി ആ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാസത്തിൽ ഏതാണോ പറ്റുന്നത്, ഇനി രണ്ടും പറ്റുമെങ്കിൽ അങ്ങനെ, അതല്ല ഏതാണോ ക്ഷേത്രത്തിൽ പോയി എടുക്കാൻ സാധിക്കുന്നത് ആ രീതിയിൽ ചെയ്യുക. ഇനി വ്രതം എടുത്താലും ഇല്ലെങ്കിലും ത്രയോദശി സന്ധ്യാവേളയിൽ, അതായത് സന്ധ്യയ്ക്ക് 6:32 മുതൽ രാത്രി 8:52 വരെ പരമാവധി സമയം നമഃശിവായ മന്ത്രം ജപിക്കണം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രദോഷകാല പൂജാസമയം. ആ ദിവസം മുഴുവനും നമഃശിവായ മന്ത്രം ജപിക്കണം എന്നാണ് പറയുന്നത്. എന്താണ് പ്രദോഷത്തിൻ്റെ പ്രാധാന്യം? അതായത് പാലാഴി മഥനം നടക്കുന്നു. മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് പാലാഴി മഥനം നടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അമൃത് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ദേവന്മാരുടെ ജരാനരകൾ മാറുന്നതിന് വേണ്ടി, അമൃതിന് വേണ്ടിയിട്ടാണ് പാലാഴി കടയുന്നത്. അസുരന്മാരുടെ സഹായം ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അസുരന്മാർ സഹായിക്കില്ല എന്ന് നിർബന്ധമായും കണിശമായും പറയുന്നു. ആ സമയത്ത് മഹേശ്വരൻ ഇടപെട്ടിട്ടാണ്, മഹേശ്വരൻ്റെ ഒരു അഭിപ്രായ പ്രകാരം മഹേശ്വരൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് അസുരന്മാർ വരുന്നത്. വരുന്ന സമയത്ത് വാസുകിയുടെ തലയിൽ പിടിക്കണോ വാലിൽ പിടിക്കണോ എന്ന് പറഞ്ഞൊരു തർക്കമുണ്ടാകുന്നുണ്ട്. ആ സമയത്ത് തന്ത്രപൂർവം തലയിൽ പിടിച്ചാലാണ് ശ്രേഷ്ഠന്മാരാകുന്നത്, വാലിൽ പിടിച്ചാൽ അത്ര വലിയ ശ്രേഷ്ഠതയൊന്നും ഉണ്ടാവുകയില്ല എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഈ അസുരന്മാരെ വാസുകിയുടെ തലഭാഗത്ത് പിടിപ്പിക്കുകയും വാൽഭാഗത്ത് ദേവന്മാർ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. വാസുകി ആരാണ്? മഹേശ്വരൻ്റെ ആഭരണമാണ്. ഗരുഡനാണ് വാസുകിയെ കൊത്തിക്കൊണ്ട് പറന്നു വരുന്നത്. ആ സമയത്ത് ഗരുഡനും വാസുകിയും തമ്മിലൊരു തർക്കമൊക്കെ നടക്കുന്നുണ്ട്. അതായത് പാലാഴി മഥനത്തിന് കയറായിട്ട് വരണമെന്ന് മഹാവിഷ്ണു പറഞ്ഞു എന്ന് വളരെ അഹങ്കാരത്തോടു കൂടി വന്ന് ഗരുഡൻ പറയുമ്പോൾ, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ വരണമെന്ന് നിർബന്ധപൂർവം പറയുകയും അങ്ങനെയാണെങ്കിൽ എന്നെ കൊത്തിക്കൊണ്ട് പറന്നോളൂ എന്ന് വാസുകി പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഗരുഡൻ വാസുകിയെ കൊത്തിക്കൊണ്ട് പറക്കുന്നു. പക്ഷേ കൊത്തിക്കൊണ്ട് പറന്നിട്ടും വാസുകിയുടെ വാല്
താഴെ തന്നെ കിടക്കുന്നു, ഗരുഡന് പറക്കാൻ പറ്റുന്നില്ല. ആ നിലയിലൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ആ സമയത്ത് അവിടെ നടക്കുന്നുണ്ട്. പിന്നീട് ഗരുഡൻ്റെ അഹങ്കാരമെല്ലാം പോവുകയും വാസുകി സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് വാസുകിയുടെ ഒരു അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് അമൃത കടയുന്ന ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ പാലാഴിയിൽ അമൃത കടയുന്നു. അങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വാസുകിക്ക് വലിയ ക്ഷീണമുണ്ടാവുകയും വാസുകി ഛർദ്ദിക്കാനായി പോവുകയും ചെയ്യുന്നു. ഛർദ്ദിക്കാനായിട്ട് വാസുകി ഇങ്ങനെ കണ്ണൊക്കെ മിഴിച്ച് വായൊക്കെ ഇങ്ങനെ തുറന്നു വരുന്ന ആ ഒരു സമയത്തു തന്നെ 14 ലോകങ്ങൾക്കും ശ്വാസം മുട്ടി എന്നാണ് പറയുന്നത്. കാരണം കൊടിയ വിഷമാണ് വാസുകി ഛർദ്ദിക്കാൻ പോകുന്നത്. താഴേക്ക് വീണാൽ എല്ലാം നശിക്കും. ആ സമയത്ത് ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് ആ വാസുകി ഛർദ്ദിച്ച ആ കാളകൂട വിഷത്തെ മഹേശ്വരൻ തൻ്റെ തൃക്കൈയിൽ ഏറ്റുവാങ്ങുന്നു. താഴേക്ക് കളയാൻ പറ്റില്ല. അങ്ങനെ ആ വിഷം സ്വശരീരത്തിലേക്ക് സ്വീകരിച്ചു. ആ വിഷം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഉറച്ചുപോയി എന്നും അങ്ങനെയാണ് അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത് എന്നുമാണ് പറയുന്നത്. വിഷമാണ് ഭക്ഷിച്ചത്. സ്വാഭാവികമായും മഹേശ്വരന് ക്ഷീണമുണ്ടാകും. അദ്ദേഹം ശ്രീ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് മയങ്ങുകയും ആ സമയത്ത് ദേവിക്ക് വലിയ സങ്കടമുണ്ടായി എന്നും എല്ലാ ദേവന്മാരും മഹർഷിമാരും സപ്തർഷികളും ഗന്ധർവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും എല്ലാവരും തന്നെ അവിടെ സന്നിഹിതരായി എന്നും എല്ലാവരും മഹേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ കൂടി നിന്നു എന്നുമാണ് വിശ്വാസം. അങ്ങനെ ഒരു ത്രയോദശി സന്ധ്യാവേളയിൽ മഹേശ്വരൻ ഉണർന്ന് എഴുന്നേൽക്കുകയും ശ്രീ പാർവതീദേവിക്ക് സന്തോഷമുണ്ടാകുന്നതിനായിട്ട് അദ്ദേഹം ആനന്ദ നടനം ആടി, നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആനന്ദ നടനം ആടി എന്നാണ് പറയുന്നത്. ആ സമയത്ത് ദേവന്മാരും സപ്തർഷികളും എല്ലാവരും തന്നെ സന്തോഷിച്ചു. സരസ്വതീദേവി വീണമീട്ടി, ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സരസുകൾ നൃത്തം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ സന്ധ്യാവേളയിൽ ത്രയോദശി സന്ധ്യാവേളയിൽ എവിടെ ഇരുന്ന് നമഃശിവായ മന്ത്രം ജപിക്കുന്നുവോ അവർക്ക് സകല ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് വ്രതമായി എടുത്താലും ഇല്ലെങ്കിലും ത്രയോദശി സന്ധ്യാവേളയിൽ, പ്രദോഷ സന്ധ്യാവേളയിൽ, അതായത് 2026 ഏപ്രിൽ 15 ബുധപ്രദോഷം എന്നാണ് വിളിക്കുന്നത്. ആ പ്രദോഷ ദിവസം സന്ധ്യാവേളയിൽ എല്ലാവരും തന്നെ നമ്മുടെ വീട്ടിൽ വിളക്ക് തെളിയിക്കുകയും നമഃശിവായ മന്ത്രം ജപിക്കുകയും ചെയ്യുക. ഇനി മറ്റൊരു വിശേഷമാണ് പറയുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, രാമേശ്വരം എന്ന ആ പുണ്യസ്ഥലത്ത് ഭഗവാൻ പരമശിവൻ്റെ ഒരു ലിംഗമുണ്ട്. ആ ലിംഗം ജ്യോതിർലിംഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അവിടെ അങ്ങനെ ഒരു ജ്യോതിർലിംഗം ഉണ്ടായത്? ആ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ത്രേതായുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമചന്ദ്രനായി അവതരിച്ചു. അദ്ദേഹത്തിൻ്റെ വനവാസകാലത്ത് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ സീതാദേവിയെ ശിവഭക്തനായ രാവണൻ കട്ടുകൊണ്ടുപോയി. ഇതറിഞ്ഞ ശ്രീരാമൻ സുഗ്രീവൻ്റെ നേതൃത്വത്തിൽ വാനര പടയോടൊപ്പം എവിടെ എത്തിച്ചേരുന്നു? സമുദ്രതീരത്ത് എത്തിച്ചേരുന്നു. വിശാലമായ സമുദ്രം, അത് കടക്കുക ദുഷ്കരമാണ്. എങ്ങനെ കടക്കും എന്ന് ശ്രീരാമചന്ദ്രൻ ചിന്തിക്കുന്നു. എങ്ങനെ രാവണനെ ജയിക്കാൻ സാധിക്കും? കാരണം അദ്ദേഹത്തിനറിയാം രാവണൻ ശിവഭക്തനാണ്, മഹേശ്വരൻ്റെ ഭക്തനാണ്. അപ്പോഴേക്കും ശ്രീരാമചന്ദ്രന് വലിയ ദാഹമുണ്ടായി എന്നാണ് പറയുന്നത്. രാമന് ദാഹിക്കുന്നു എന്നറിഞ്ഞ വാനരന്മാർ അദ്ദേഹത്തിന് മധുരമുള്ള ജലം കുടിക്കാനായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ശ്രീരാമന് വളരെയധികം സന്തോഷമുണ്ടായി. ആ വെള്ളം കുടിക്കുവാനൊരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഭഗവാൻ മഹേശ്വരൻ്റെ സ്മരണയുണ്ടായി. ഭഗവാൻ ശിവനെ ഞാൻ ഇതുവരെ സ്മരിച്ചില്ലല്ലോ എന്ന ചിന്തയോടുകൂടി ശ്രീരാമചന്ദ്രൻ വെള്ളം താഴെ വെച്ചതിനു ശേഷം
പാർത്ഥിവ പൂജ നടത്തി. ശിവനെ ഭക്തിപൂർവം ആദരിച്ചു. മഹേശ്വരൻ്റെ മന്ത്രങ്ങൾ ചൊല്ലി അദ്ദേഹത്തെ പ്രസാദിപ്പിച്ചു. മഹേശ്വരൻ അതോടുകൂടി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഭക്തിപൂർവം മഹേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഉത്തമ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന അല്ലയോ മഹേശ്വര, അങ്ങൻ്റെ സ്വാമിയും ഞാൻ അങ്ങയുടെ ദാസനുമാണ്. അങ്ങയുടെ അനുഗ്രഹത്താൽ മാത്രമേ എൻ്റെ കാര്യം സാധ്യമാകൂ. രാവണൻ ദുർജയനാണ്, പോരെങ്കിൽ അങ്ങയുടെ ഭക്തനും. അങ്ങ് നൽകിയ വരബലത്താൽ അവൻ മഹാ അഹങ്കാരിയായി മാറിയിരിക്കുകയാണ്. ആ രാക്ഷസൻ ത്രിലോകങ്ങളും ജയിച്ചവനാണ്. അതിനാൽ അവിടുത്തെ സഹായമില്ലാതെ എനിക്കെങ്ങനെയാണ് അവനെ വധിക്കുവാൻ സാധിക്കുന്നത് എന്ന് സർവശക്തനായ ശ്രീരാമചന്ദ്രൻ മഹേശ്വരനോട് ചോദിക്കുന്നു. ആ സമയത്ത് ത്രിലോകങ്ങളുടെയും നാഥനായ മഹേശ്വരൻ ഇപ്രകാരം അരുളി ചെയ്തു: ശ്രീരാമ, താങ്കൾക്ക് മംഗളം ഭവിക്കട്ടെ. താങ്കളുടെ പ്രാർത്ഥനയിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. അങ്ങേക്ക് ആവശ്യമുള്ള വരം ചോദിച്ചു കൊള്ളുക. ഇങ്ങനെ മഹേശ്വരൻ ശ്രീരാമചന്ദ്രനോട് ചോദിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ മഹേശ്വരനെ പൂജിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്: അല്ലയോ ഭഗവാനെ സദാശിവ, ലങ്കയിൽ രാവണനുമായി ഉണ്ടാകുന്ന യുദ്ധത്തിൽ എനിക്ക് വിജയം ഉണ്ടാകുന്നതിന് അങ്ങ് അനുഗ്രഹിക്കണം എന്ന് ശ്രീരാമചന്ദ്രൻ മഹേശ്വരനെ വന്ദിച്ചുകൊണ്ട് പറയുന്നു. മഹാരാജാവേ, അവിടുത്തെ ആഗ്രഹം പോലെ തന്നെ നടക്കുമെന്ന് മഹേശ്വരൻ ശ്രീരാമചന്ദ്രനെ അനുഗ്രഹിക്കുന്നു. ശങ്കരൻ നൽകിയ വിജയസൂചകവും യുദ്ധത്തിനുള്ള അനുമതിയും ലഭിച്ചതിനു ശേഷം ശ്രീരാമചന്ദ്രൻ മഹേശ്വരനെ വണങ്ങിയതിനു ശേഷം വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: അല്ലയോ ഭഗവാനെ, അവിടുന്ന് എന്നിൽ സന്തുഷ്ടനായി. അങ്ങനെയെങ്കിൽ ലോകവാസികൾക്കും അതിൻ്റെ ഐശ്വര്യമുണ്ടാകണം. അതിനുവേണ്ടി ലോകത്തിന് പരിശുദ്ധി ഉണ്ടാകുന്നതിനും ലോകവാസികളെ പരിശുദ്ധരാക്കുന്നതിനും അവരുടെ നന്മയ്ക്കും വേണ്ടി എക്കാലവും അങ്ങ് ഇവിടെ വസിക്കണമെന്ന് ശ്രീരാമചന്ദ്രൻ മഹേശ്വരനോട് പറയുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ അപേക്ഷ പ്രകാരം ശിവൻ അവിടെ ജ്യോതിർലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിതനായി. അതോടെ ത്രിലോകങ്ങളിലും രാമേശ്വരൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായി. അങ്ങനെ ഭഗവാൻ ശങ്കരൻ്റെ അനുഗ്രഹത്താൽ മറുകര കാണാത്ത സമുദ്രം നിഷ്പ്രയാസം കടന്ന് ശ്രീരാമൻ രാവണൻ തുടങ്ങിയ രാക്ഷസന്മാരെ വധിക്കുകയും സീതാദേവിയെ വീണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെ അന്നു മുതലാണ് ഭൂമിയിൽ രാമേശ്വരൻ്റെ അത്ഭുത മഹാത്മ്യം പ്രചാരത്തിലായത്. ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാൻ രാമേശ്വരൻ എക്കാലവും മോക്ഷവും നൽകുന്നവനും ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നവനുമാണ്. ദിവ്യമായ ഗംഗാജലം കൊണ്ട് രാമേശ്വരനായ ശിവനെ ഭക്തിപൂർവ്വം അഭിഷേകം ചെയ്യുന്നവർ തീർച്ചയായും മോക്ഷം പ്രാപിക്കുന്നതുമാണ്. ഇതാണ് രാമേശ്വര ജ്യോതിർലിംഗത്തിൻ്റെ മഹാത്മ്യം. പ്രദോഷ ദിവസം രാമേശ്വരനായ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാനെ നടരാജരൂപത്തിൽ പ്രാർത്ഥിക്കുക. നടരാജരൂപത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ രാമേശ്വരത്ത് വസിക്കുന്ന ജ്യോതിർലിംഗ രൂപത്തിലുള്ള സാക്ഷാൽ മഹേശ്വരനെ, രാമേശ്വരനെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, ബുധനാഴ്ച ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിജയം ഉണ്ടാകും. തടസ്സങ്ങൾ മാറി വിജയം ഉണ്ടാവുകയും മോക്ഷത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഈ പ്രാവശ്യം വിഷുവാണ്. അതുകൂടാതെ ബുധനാഴ്ചയുമാണ്. ബുധൻ വിദ്യാകാരകനാണ്. അതുകൊണ്ട് തന്നെ വിജയമുണ്ടാകുന്നതിന് വേണ്ടി ഭഗവാനെ നടരാജരൂപത്തിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ രാമേശ്വരനായ ജ്യോതിർലിംഗ രൂപത്തിലുള്ള മഹേശ്വരനെ കൂടി പ്രാർത്ഥിച്ചു കൊള്ളുക. ഈ കഥ ഓർക്കുക, പറഞ്ഞു കൊടുക്കുക. അന്നേ ദിവസം നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക.
ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.